ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ശ്രീകോവിലിന്റെ സ്വർണം പൊതിഞ്ഞ മേൽക്കുരയിൽ കറുത്ത അടയാളങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ വലിയ ദുരൂഹത ഉയരുന്നു. ശ്രീകോവിലിന് മുകളിലെ തങ്കപ്പാളികളിൽ രണ്ട് പ്രധാന ഇടങ്ങളിലായാണ് ഈ കറുത്ത പാടുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഭക്തർ കാണിക്കയായി സമർപ്പിച്ച അമൂല്യമായ സ്വർണത്തിന് എന്ത് സംഭവിച്ചു എന്നതിനെ ചൊല്ലി വലിയ ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ശ്രീകോവിലിന് വലതുഭാഗത്തെ മേൽക്കുരയുടെ സ്വർണം പൊതിഞ്ഞ 5 പാളികളിലും ശ്രീകോവിലിന് പിൻഭാഗത്തുള്ള മേൽക്കുരയിലെ ചരിവുള്ള ഭാഗത്തുമാണ് ഈ കറുത്ത പാടുകളുള്ളത്. മുകളിൽ നിന്ന് താഴേക്ക് എന്തോ രാസദ്രാവകം ഒലിച്ചിറങ്ങിയ നിലയിലാണ് ഇത് കാണപ്പെടുന്നത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. തങ്കത്തിന്റെ തിളക്കം കെടുത്തുന്ന രീതിയിൽ കട്ടിയിലാണ് ഈ അടയാളങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. മേൽക്കുരയിലെ സ്വർണത്തിനുമേൽ ഈ കറുത്ത അടയാളം എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിൽ ഇതുവരെ കൃത്യമായ വ്യക്തത വരുത്താൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. ശ്രീകോവിലിന് മുകളിൽ ഇത്തരമൊരു മാറ്റം പെട്ടെന്ന് ദൃശ്യമായതാണ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ അസ്വാഭാവികമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ്. ഭക്തർ ഭക്തിപൂർവ്വം മുകളിലേക്ക് നെയ്യ് ഒഴിച്ചപ്പോൾ സംഭവിച്ച രാസപ്രവർത്തനമാകാം ഇതെന്ന് ചില കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സന്നിധാനത്ത് പൂജാകർമ്മങ്ങൾക്കിടയിൽ നെയ്യ് ഉപയോഗിക്കുന്നത് പതിവായതിനാൽ ഇത്തരമൊരു സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ചിലരുടെ വിലയിരുത്തൽ. എന്നാൽ അതീവ ഗുരുതരമായ മറ്റൊരു പ്രചരണവും ഇതിനോടൊപ്പം തന്നെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ആസിഡ് പോലെയുള്ള മാരക ദ്രാവകങ്ങൾ തളിച്ച് സ്വർണം ഉരുക്കിയെടുക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തിയതാകാമെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. ഇതാണ് ഭക്തർക്കിടയിലെ ദുരൂഹതയും ആശങ്കയും ഇരട്ടിയാക്കുന്നത്. ശ്രീകോവിലിന് മുകൾ ഭാഗം പൂർണ്ണമായി വിദഗ്ധരെ കൊണ്ട് രാസപരിശോധന നടത്തി കഴുകി വൃത്തിയാക്കിയാൽ മാത്രമേ ഈ കറുത്ത നിറമാറ്റത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ. സ്വർണത്തിന്റെ ഗുണനിലവാരത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നും അപ്പോൾ മാത്രമേ കണ്ടെത്താനാകൂ. എന്നാൽ ശ്രീകോവിലിനുള്ളിൽ ഇത്തരമൊരു ശുചീകരണ പ്രക്രിയയോ രാസപരിശോധനയോ നടത്തണമെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രത്യേക അനുമതി ആവശ്യമാണ്. കോടതി നിർദ്ദേശപ്രകാരം കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ ശ്രീകോവിലിന് മുകളിലെ തങ്കപ്പാളികളിൽ പരിശോധന നടത്താൻ സാധിക്കൂ. വിവരമറിഞ്ഞ് ഉടൻ തന്നെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ, തിരുവാഭരണം കമ്മീഷണർ ആർ റെജിലാൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീനിവാസ് എന്നിവർ സന്നിധാനത്തെത്തി സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി. ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് പുറമെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കറുത്ത പാടുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട്. സംഭവത്തിൽ മറ്റെന്തെങ്കിലും അട്ടിമറി സാധ്യതകളുണ്ടോ എന്ന് പോലീസിന്റെ പ്രത്യേക സംഘവും സമാന്തരമായി അന്വേഷിക്കുന്നുണ്ടെന്നാണ് വിവരം. മിഥുനമാസ പൂജകൾക്കായി ക്ഷേത്രനട തുറന്ന ദിവസമാണ് ഈ പാടുകൾ ആദ്യമായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നട തുറന്നപ്പോൾ പ്രകൃതിയിലുണ്ടായ മാറ്റമാണോ അതോ മറ്റു കാരണങ്ങളാണോ എന്ന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതുണ്ട്. സംഭവത്തിൽ ഒളിച്ചുകളി നടത്താതെ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഭക്തസംഘടനകൾക്കിടയിൽ ശക്തമായി കഴിഞ്ഞു.